വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മ്ലാമല വിമൽജ്യോതി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അളകനന്ദ അമ്മയ്ക്കൊപ്പം ചപ്പാത്തിലേക്ക് പോകുന്ന വഴിയാണ് കൈവരി തകർന്ന പാലത്തിൽ നിന്ന് കാൽവഴുതി പെരിയാറിലേക്ക് വീണത്. മഴ കനത്തതോടെ പെരിയാറിൽ നീരൊഴുക്കും ശക്തമായിരുന്നു. നദിയിലേക്ക് വീണപ്പോൾ പുസ്തകങ്ങളടങ്ങിയ സ്കൂൾ ബാഗും കുട്ടിയുടെ തോളിലുണ്ടായിരുന്നു. ഒഴുക്കിൽപ്പെട്ട അളകനന്ദ മനോധൈര്യം കൈവിടാതെ സർവ്വശക്തിയുമെടുത്ത് നീന്തി. അമ്മ സംഗീതയുടെ നിലവിളി കേട്ട് നാട്ടുകാർ എത്തിയപ്പോഴേക്കും അളകനന്ദ മരണക്കയം നീന്തിക്കയറിയിരുന്നു. ഞാൻ വീണപ്പോൾ ഉണ്ടായിരുന്ന താഴ്ചയുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ആ ബാഗ് ഉണ്ടായിരുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ഞാൻ പൊങ്ങിക്കിടന്ന്. അതുകൊണ്ട് ഞാൻ നീന്തി എടുത്ത സൈഡിലോട്ട് ഒരു ചെടിയെ കയറി പിടിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഞാനും എൻ്റെ അമ്മയും മാത്രം ഉള്ളായിരുന്നു. അപ്പോൾ അമ്മ ചാടാൻ തുടങ്ങുമ്പോഴേക്കും ഇവിടെ മേളി വന്ന് ഒരു ആൻറ്റി വന്ന് അമ്മേനെ തടഞ്ഞു നിർത്തി. ദേ നോക്ക് വെച്ച് അവള് നീന്തുന്നുണ്ട് എന്ന് പറഞ്ഞു. മകൾ വീണതിന് പിന്നാലെ സംഗീതയും പാലത്തിൽ നിന്ന് നദിയിലേക്ക് ചാടി കുട്ടിയെ രക്ഷിക്കാൻ മുതിർന്നെങ്കിലും അപകട സാധ്യതയുള്ളതിനാൽ നാട്ടുകാർ തടഞ്ഞു. അളകനന്ദ ജനിച്ചതും വളർന്നതുമെല്ലാം പെരിയാർ നദിക്കരയിലാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അമ്മ സംഗീത അളകനന്ദയെ നീന്തൽ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ അമ്മ പഠിപ്പിച്ച നീന്തൽ ഇന്ന് അളകനന്ദയുടെ ജീവൻ രക്ഷിച്ചു. ആറിന്റെ തീരത്താണ് വീട്. അപ്പം കുഞ്ഞായിരുന്നപ്പം മുതൽ അവൾ വെള്ളത്തിലിറങ്ങുമ്പോൾ ഇങ്ങനെ നീന്താൻ തുടങ്ങുമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പഠിപ്പിച്ചൊക്കെ എനിക്ക് അത്യാവശ്യം നീന്താൻ അറിയാം. അതുകൊണ്ട് തന്നെ അവളെ നീന്തൽ പഠിപ്പിച്ചു. കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത്രയും വെള്ളത്തിൽ ഇതുവരെ നീന്തൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് നീന്തുവോ ഇല്ലയോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ എന്നാലും വീണപ്പം മുങ്ങിപ്പൊങ്ങി നിൽക്കുമല്ലായിരുന്നു. അപ്പം നീന്തുമായിരുന്നു. പിന്നെ ഞാനും അടുത്ത ചേച്ചി നീന്താൻ പറഞ്ഞത് കൊണ്ട് നീന്തുന്നത് കണ്ടുകൊണ്ട് ഞാൻ ചാടിയില്ല. ഇല്ലെങ്കിൽ ഞാനും ചാടേണ്ട വന്നേനെ. സൈഡിലോട്ട് അവൾ നീന്തി കയറി. കുഴപ്പമൊന്നുമില്ല. വഴുതി വീണപ്പോൾ പാലത്തിന്റെ വക്കിലിരിഞ്ഞ് കാൽമുട്ടിന് ചെറിയ മുറിവ് പറ്റിയെന്നല്ലാതെ കുട്ടിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. 2018-ലും 2019-ലും ഉണ്ടായ പ്രളയത്തെ തുടർന്നാണ് ചപ്പാത്ത് പാലത്തിന്റെ കൈവരികളിൽ തകർന്നത്. വർഷങ്ങളായി കൈവരിയില്ലാത്ത പാലത്തിൽ കൂടിയാണ് വാഹനങ്ങളും സ്കൂൾ കുട്ടികളും നാട്ടുകാരും സഞ്ചരിക്കുന്നത്. അളകനന്ദയ്ക്ക് സംഭവിച്ചതുപോലെ മറ്റൊരപകടം ഇവിടെ ഉണ്ടാകാതിരിക്കാൻ പാലത്തിന് കൈവരി സ്ഥാപിക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ അപേക്ഷ. മാതൃഭൂമി ന്യൂസ്, കുമളി. നന്ദുഷയുണ്ട് കൂടെ. നന്ദുഷ, ഗുഡ് മോർണിംഗ്. ഈ ചെറിയ കുട്ടികളൊക്കെ നീന്തൽ പഠിക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് എന്ന് ഈ ഒരൊറ്റ സംഭവത്തോടുകൂടി എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്തായാലും, അല്ലേ? തീർച്ചയായും മൂത്തി, ഇത് നമ്മളൊരു കുട്ടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നതിലുപരിയായി നമ്മൾ എടുത്തു പറയേണ്ട കാര്യം 2018-ൽ തകർന്ന പാലത്തിൻ്റെ കൈവരി 2024 സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു അധികൃത സമൂഹത്തെ പറ്റിയാണ്. മറ്റൊന്നുമല്ല, ഇപ്പോൾ അളകനന്ദ അപകടത്തിൽപ്പെട്ടു. നിരവധി ആളുകൾ ഇത്തരത്തിൽ വേനൽക്കാലത്ത് വെള്ളമില്ലാതിരുന്ന സമയത്തൊക്കെ ഇത്തരത്തിൽ പാലത്ത് നിന്ന് രാത്രിയിലൊക്കെ വിളക്കൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് ഈ ഇരുചക്ര വാഹനങ്ങൾക്ക് എത്തുന്നവർ ഈ പാലത്ത് നിന്ന് വഴുതി ഈ നദിയിലേക്ക് വീഴുന്നത് സ്ഥിരം സംഭവമായിരുന്നു. അതിനുശേഷം മഴ പെയ്തു, വെള്ളമുണ്ടായി, കനത്ത ഒഴുക്കായി. അപ്പോഴാണ് അളകനന്ദ ഈ ഒഴുക്കിലേക്ക് വീഴുന്നത്. നമുക്കറിയാം, അളകനന്ദ എന്ന് പറയുന്നത് ഗംഗയുടെ പോഷക നദിയാണ്. അളകനന്ദയെ മുക്കാനുള്ള വെള്ളമൊന്നും പെരിയാറ്റിലില്ല എന്നുള്ള കാര്യമാണ് ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾ അറിയുന്നത്. കാര്യം 2ാം ക്ലാസ് മുതൽ നീന്തൽ വശമുള്ള ആളാണ് അളകനന്ദ. ഈ അമ്മ ഇവരുടെ പെരിയാറ്റിൻ്റെ തീരത്ത് താമസിക്കുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് അമ്മ പെരിയാറ്റിൽ തുണി അലക്കാനും മറ്റുമൊക്കെ ആയിട്ട് പോകുമ്പോൾ കൂടെ കൊച്ച് അളകനന്ദയും കൂടെ പോകും. അപ്പോൾ അവിടെ നീന്തൽ പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യുമായിരുന്നു. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അത്യാവശ്യം നീന്തലൊക്കെ വശമുള്ള ആളാണ് അളകനന്ദ. അതുകൊണ്ട് കുത്തി ഒഴുകുന്ന പെരിയാറ്റിനെ പോലും നീന്തി കയറാനുള്ള ഒരു മനക്കരുത്തും മെയ്ക്കരുത്തും അളകനന്ദയ്ക്ക് ഉണ്ടായിരുന്നു. അത് നമ്മൾ നീന്തൽ അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പെട്ടെന്ന് വീഴുന്ന ആ ഷോക്കിൽ നിന്ന് അത് വീണ്ടെടുത്ത് നീന്തി കയറാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തണം. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ അളകനന്ദ എത്തി. അമ്മ രക്ഷിക്കാൻ ഇറങ്ങും മുമ്പ് തന്നെ അളകനന്ദ നീന്തി കരയ്ക്ക് കയറി. അതല്ലെങ്കിൽ അമ്മയും കൂടി എടുത്ത് ചാടിയാണ്. ചിലപ്പോൾ അങ്ങനെ രക്ഷിക്കാനായി ചാടുന്നവർ അപകടത്തിൽപ്പെടുന്ന പല സന്ദർഭങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നാട്ടുകാരിടപെട്ട് തടഞ്ഞു. അമ്മ സംഗീത അളകനന്ദയെ രക്ഷിക്കാനായി ആറ്റിലേക്ക് ചാടുന്നത് തടഞ്ഞു നാട്ടുകാർ. ഒപ്പം തന്നെ അളകനന്ദ നീന്തി കയറുന്നതും നോക്കി നിന്നു. ഇതിനകത്ത് വേറൊരു കാര്യം, കൗതുകരമായ മറ്റൊരു കാര്യം, ഭാരമേറിയ സ്കൂൾ ബാഗ് കൂടി തോളത്തിട്ടുകൊണ്ടാണ് അളകനന്ദ ഈ കുത്തി ഒഴുകുന്ന പെരിയാറിനെ നീന്തി കയറിയത്. അത് ഒരു 5ാം ക്ലാസ്സുകാരി അല്ലെങ്കിൽ ഒരു 10 വയസ്സുകാരി ഇത്തരത്തിൽ വളരെ ധൈര്യമുള്ള, അല്ലെങ്കിൽ സ്വന്തം ജീവൻ രക്ഷിക്കാനാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തു എന്ന് പറയുമ്പോൾ അത് വളരെ അധികം നമ്മൾ പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ മോദി പറഞ്ഞതുപോലെ തന്നെ കുട്ടികളൊക്കെ അല്പം നീന്തൽ പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്.